റേഞ്ച് ഇല്ലായിരുന്നു, അതുകൊണ്ട് ക്ലാസ് കട്ടായി പോയി. This call is now being recorded. Good afternoon all. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Okay. Good afternoon. ഇന്നലെ കുറച്ച് എക്സസൈസ് ചെയ്തിരുന്നു, നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, എവിടെ വരെ പറഞ്ഞു എന്ന് പറയാമോ ആരെങ്കിലും? മിസ്, എനിക്കൊരു ഡൗട്ട് ഉണ്ട്, ചോദിക്കാവോ? ചോദിച്ചോളൂ. അപ്പഴേ ഈ റെക്കോർഡ് ക്ലാസ്സിന്റെ യെസ്റ്റർഡേ കാണുന്നുണ്ട്, ടൈം ഇട്ടും കാണുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ റെക്കോർഡ് ക്ലാസ് എന്നത്തെ കിട്ടും? നാളെ. അപ്പൊ യെസ്റ്റർഡേയിലാണോ കിടക്കുന്നത്? യെസ്റ്റർഡേ ഇന്നത്തെ ക്ലാസ് നാളെ. നാളെ യെസ്റ്റർഡേ കിട്ടും. അത് യെസ്റ്റർഡേ ഞെക്കണോ? യെസ്റ്റർഡേയിലാണോ ഞെക്കണ്ടേ? ഈ ക്ലാസ് കേൾക്കാനോ യെസ്റ്റർഡേയിലാണോ ഞെക്കണ്ടേന്ന്? റിയ, ഇന്നത്തെ ക്ലാസ് നാളെ അപ്ലോഡ് ചെയ്യുള്ളൂ. ഓക്കെ, അത് അപ്ലോഡ് ചെയ്യുമ്പോ യെസ്റ്റർഡേയിലാണോ ഞെക്കുന്നേന്ന് ഞാൻ ചോദിച്ചേ. യെസ്റ്റർഡേ YSTRDAY യെസ്റ്റർഡേയിലാണോ ഞെക്കുന്നേന്ന്? യെസ്റ്റർഡേ ക്ലിക്ക് ചെയ്യാനോ? നമ്മൾ റെക്കോർഡ് ക്ലാസ് എടുക്കുമ്പോ ടൈം വരുമല്ലോ, ടുഡേ 2:58 PM, ടുഡേ 12 PM, യെസ്റ്റർഡേ എന്നൊക്കെ പറഞ്ഞു വരുമല്ലോ. അപ്പൊ അതിൽ ഏതിലാണ് ഞെക്കണ്ടേന്ന് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ ഒന്ന് ക്ലിക്ക് ചെയ്യണ്ട, ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാല് ക്ലാസ് എന്നത്തെ ക്ലാസ് ആണ് നമ്മുടെ ഡേറ്റ് ഉണ്ടാവും, ഡേറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ആ ഡേറ്റ് വെച്ചിട്ട് ക്ലാസ് കാണാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ആണെങ്കിൽ ഇന്നത്തെ ഡേറ്റ് വെച്ചിട്ടായിരിക്കും നാളെ അപ്ലോഡ് ചെയ്യാം. ആ ഡേറ്റ് നോക്കിയാൽ മതി. യെസ്റ്റർഡേ ടുമോറോ നോക്കണ്ടേ? വേണ്ട, ഡേറ്റ് വെച്ച് നോക്കും. ഓക്കെ, ബിൻഷ. Yes, miss. ഇന്നലെ നമ്മൾ എവിടെ വരെയാണ് ഡിസ്കസ് ചെയ്തത് പറയാമോ? ദിവസം തോറും ചൂട് കൂടി വരികയാണ്. ഓക്കെ, സോ ഇനി നെക്സ്റ്റ്, അവനെ ഇവിടെ കൊണ്ടുവരൂ. എങ്ങനെയാ പറയാ? Bring him here. ആണോ? Bring him here. അവനെ ഇവിടെ കൊണ്ടുവരും. Bring him here. ഇനി ഞാൻ അവനെ ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിഞ്ഞു എന്നാണെങ്കിലോ? അങ്ങനെ ഞാൻ പറഞ്ഞാണെന്ന് തോന്നുന്നല്ലോ. ഒറ്റ നോട്ടത്തിൽ എന്ന് പറയുമ്പോ അറ്റ് എ ഗ്ലാൻസ് ആണ്. അറ്റ് എ ഗ്ലാൻസ് എന്നാണ് ഒറ്റ നോട്ടത്തിൽ എന്ന് പറയുന്ന ഇംഗ്ലീഷ് വേർഡ്. I recognized at a glance. Yeah, I recognized him at a glance. Next, അവിടെ പോയിട്ട് പ്രയോജനമില്ല. It's no use if we go. It's no use if we go. If we go പറയില്ല. It's no use correct ആണ്. It's no use. അവിടെ പോയിട്ട് പോകുക. Go എന്താ പറയാ? Going ആണ് പറയാ. ഇനി അവിടെ എന്ന് പറയുമ്പോ തരാം. It's no use going there. It's no use going there. Yes, miss. Next, നിനക്ക് അത് എനിക്ക് തരാൻ കഴിയില്ലേ? നിനക്ക് അത് എനിക്ക് തരാൻ കഴിയില്ലേ? എങ്ങനെ പറയാ? നെഗറ്റീവ് ആണ്, നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എങ്ങനെ വരാം? കഴിയുക എന്ന് പറയുമ്പോ എന്താണ്? ഏത് വേണം യൂസ് ചെയ്യാൻ നമ്മള്? കഴിയുക. പറയൂ, റെസ്പോണ്ട് ചെയ്യൂ. ആരെങ്കിലും ഒരാളെങ്കിലും റെസ്പോണ്ട്. ഡോണ്ട് യു ആണോ? കഴിയുക ഒരു എബിലിറ്റി അല്ലേ? അപ്പൊ എന്താ വരാം?
couldn't. Can, just can. Okay, can use can, but it's a negative question, so we use the negative question വരുമ്പോൾ can or no, can't or cannot. So we can say it shortly, it's a can't. Yeah, അപ്പോൾ കഴിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ can't വന്നു. Next, നിനക്ക് അത് എനിക്ക് തരാൻ. എനിക്ക് തരാനാണ്. നിനക്ക് അത് എനിക്ക് തരാൻ. Can't. Given it to me. നിനക്ക് can't you give it to me? Can you give it to me? Can you give it to me? എനിക്ക് തരാൻ അവിടെ കഴിയില്ലേ? given വേണ്ടല്ലേ, give മാത്രം മതി. Give on. Can't you give it? ഇനി നെക്സ്റ്റ്, എനിക്ക് അത് എടുക്കാൻ കഴിയുമോ? Again, it's an ability. So, Could I take this ആണോ? ഫുഡ് വേണ്ട ജസ്മി. Can അല്ലേ? ഫുഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് പാസ്റ്റിലാണ്, പാസ്റ്റ് എബിലിറ്റി ആണ്. സത്യത്തിലേക്ക് ഞാൻ ഷാലൈ ടേക്ക് ആണ് എഴുതിയേക്കണത്. അത് ഞാൻ എടുത്തോട്ടെ എന്നൊരു ചോദ്യം വരും. ഞാൻ എടുത്തോട്ടെ, ചെറിയ ടെസ്റ്റ് ആയിട്ട് വരും. ഇത് എനിക്ക് എടുക്കാൻ പറ്റുമോ, ഞാൻ എനിക്ക് എടുക്കാൻ കഴിയുമോ എന്നാ ചോദിക്കാം. കഴിയുക പറ്റുക എന്ന് വരുമ്പോ ഇവിടെ നമുക്ക് ക്യാൻ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് എടുക്കാൻ കഴിയുമോ എന്നറിയുമ്പോ അറിയൂ. Can I take me? Yeah, can I take it? Can I take it? എന്നാ വരാം. നെക്സ്റ്റ്, ഞാൻ അവനോട് സംസാരിക്കുകയായിരുന്നു. Which tense? Which tense is used there? കണ്ടിന്യൂസ് അല്ലേ, പ്രസന്റ് കണ്ടിന്യൂസ്. It's a present continuous tense. So, I am talking to. present continuous ആണോ അത്? Okay, അയ്യോ. ഞാൻ അവനോട് സംസാരിക്കുകയായിരുന്നു. Is it in present? Past പാസ്റ്റ് സോറി past tense അല്ല, ആയിരുന്നു. It's a past continuous tense. Okay. I was talking to them. Yeah, I was talking to him. I was talking to him എന്നാ പറയാം. ഇനി സത്യം പറയാണെങ്കിൽ ഞാൻ സന്തോഷവാനാണ്. സത്യം പറയുക അല്ലെങ്കിൽ എങ്ങനെ പറയാം? ടു ബി ഹോണസ്റ്റ്. I am happy to tell the truth. To be honest ആണ്. To be honest, ഞാൻ സന്തോഷവാനാണ്. To be honest, I am happy. I'm happy. to be honest, I'm happy. To be honest, I'm happy. Next, അവൻ അവന്റെ തീരുമാനം എടുക്കട്ടെ. എങ്ങനെയാ പറയാ? He take her decision. Decision. അവൻ എടുത്തു, തീരുമാനം എടുത്തു എന്നാണ് വരാ. ഇത് അവൻ എടുക്കട്ടെ. Let him take his decision. Yeah, let him make his decision. അല്ലെങ്കിൽ take his decision എന്ന് പറയാം. Let him take his decision. അവനവന്റെ decision എടുക്കട്ടെ. Take ഓ make ഓ എന്നോട് യൂസ് ചെയ്യും. ഓക്കെ. നെക്സ്റ്റ്, ഞാൻ അത് നിനക്ക് വേണ്ടി വാങ്ങിയതാണ്. ഞാനത് വാങ്ങിയത് നിനക്ക് വേണ്ടിയാണ്. എന്നെങ്ങനെ പറയാം? I bought it for you. Yeah, I bought it for you. Correct ആണ്. I bought it for you. ഇനി ഇതാണോ നിനക്ക് വേണ്ടത്? എങ്ങനെ പറയാം? ഇതാണോ എന്ന് ചോദിക്കണം. എങ്ങനെ ചോദിക്കാം? ഇതാണോ? You want this? No. ഇതാണ് എന്നെങ്ങനെ പറയും? ഇതാണ്. ഇത് Is this? ഇത് എന്റെ പേനയാണ്. it's mine. This ആണോ? ഇതെന്റെ പേരാണ്. It's mine. Is this ആണ്. Is this എന്ന് പറഞ്ഞാൽ ഇതാണോ എന്നാണ്. Is this. Okay. ഇനി നിനക്ക് വേണ്ടത്
this you want ആണോ? Is this what You you want. want? Is this what you want? ഇതാണ് നിങ്ങൾക്ക് വേണ്ടത്. Is this what you want? Okay. ആ കുറച്ച് മുൻപ് പോയി. He left a little early. Left A little early. early അല്ലെങ്കിൽ a while ago പറയാം. Left a while ago. കുറച്ച് മുൻപ് പോയി. Left a while ago. അല്ലെങ്കിൽ early എന്ന് പറയുന്നത് മിസ്റ്റേക്ക് ഒന്നുമില്ല. നമുക്കിങ്ങനെ ബെറ്റർ വേർഷൻ ഇതാണ് നമുക്ക് യൂസ് ചെയ്യാം. Left a while ago. ഇനി ഈ ക്യാബേജിന് എത്ര കിലോ വരും? How much of this cabbage? How much of വേണമെന്നില്ല. How much ഈ ക്യാബേജിന് ഈസ് വെക്കാം. സിമ്പിൾ പ്രസന്റ് അല്ലേ? ഈസ് വെച്ച് വെക്കാം. How much is this cabbage? ഈ ക്യാബേജിന് എത്ര വില വരും? How much is this cabbage? So ഇതെല്ലാം എഴുതിയെടുത്തിട്ട് അവിടെ വിലയോ മിസ്? എന്തോ അപ്പൊ അവിടെ വില പ്രൈസ് ആഡ് ആക്കണ്ട? പ്രൈസ് നമ്മൾ ഓൾറെഡി ഹൗ മച്ച് ചോദിച്ചല്ലോ. പിന്നെ പ്രൈസ് എന്ന് പറയേണ്ട ആവശ്യമില്ല. ഓക്കെ മിസ്. അപ്പോ ഇതെല്ലാം നമുക്ക് ഡെയിലി ലൈഫിൽ ആവശ്യമുള്ളതാണ്. ഇംപ്ലിമെന്റ് ചെയ്യാം. മാക്സിമം ഇംപ്ലിമെന്റ് ചെയ്താല് എപ്പോഴും നിങ്ങളുടെ ബ്രെയിനിൽ ഉണ്ടാകും. ഇടയ്ക്കിടയ്ക്ക് യൂസ്ഫുൾ ആയിരിക്കും. പെട്ടെന്ന് പറയാൻ കിട്ടും. ഓക്കെ, ക്ലിയർ ആണോ? ഇനി ഇതേപോലെ മലയാളം സെന്റൻസ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണോ അല്ലെങ്കിൽ ഒരു കോഡ് സ്പീച്ച് എടുക്കണോ? എന്താ ചെയ്യണ്ടേ? പറയൂ. യുവർ വിഷ്. നിങ്ങളുടെ ഇഷ്ടം പോലെ ഞാൻ ചെയ്യും. അതൊക്കെ പോട്ടെ. നിങ്ങൾക്ക് ടെൻസസ് ക്ലിയർ ആണ് എല്ലാവർക്കും? ഞാൻ ഇങ്ങനെ ചോദിച്ചാൽ നിങ്ങൾക്ക് ടെൻസ് പറയാൻ പറ്റും. ഏത് ടെൻസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. റെസ്പോണ്ട് ചെയ്യൂ. നോ മാം കുറച്ച് ബുദ്ധിമുട്ടാണ്. ആർക്കൊക്കെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അപ്പൊ റിവൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത്. അതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചോദിക്കും. സിന്ധുവിന് ഡിഫിക്കൽട്ട് ആണ്. എനിക്കും ഒന്നുകൂടി പറഞ്ഞു തരണം. ജിസ്മി ഉണ്ടോ? ഇനി ആരൊക്കെ ഉണ്ട്? രണ്ടുപേരും ബാക്കി എല്ലാവർക്കും ക്ലിയർ ആണോ? ബിൻഷ, ഹന്ന, നവ്യ. മിസ്സേ അറിയാം, പക്ഷെ എന്നാലും പെട്ടെന്ന് മിസ് honest സെന്റൻസ് പറയുമ്പോ ഞാനവിടെ സ്റ്റക്ക് ആയി പോകുന്നുണ്ട്. ഓക്കെ, ബിൻഷിക്ക് ഡൗട്ട് ഉണ്ട്, റിയക്ക് ഡൗട്ട് ഉണ്ട്. കേട്ടില്ല. ഇനി ആർക്കെങ്കിലും ഉണ്ടോ? മേരിക്കുട്ടി പുതിയ സ്റ്റുഡന്റ് ആണോ? പുതിയ സ്റ്റുഡന്റ് മീൻസ് ലൈഫ് ക്ലാസ്സിലെ പുതിയ സ്റ്റുഡന്റ് ആണോ? അല്ലല്ല, പഴയ സ്റ്റുഡന്റ്. ഇപ്പോഴേ ഞാൻ ക്ലാസ്സിന് കയറുന്നേ. യെസ് മാം. ആണോ? പിന്നെ ഒരു പേര് ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല, അതുകൊണ്ട് ചോദിച്ചതാണ്. എനിക്ക് കയറാൻ പറ്റാത്ത ഞാൻ അല്ലാതെ റെക്കോർഡഡ് ക്ലാസ് കാണുകയാണ് ചെയ്യുക. ഇപ്പൊ എനിക്ക് സമയം കിട്ടി, അതുകൊണ്ട് കയറുന്നുണ്ട് എല്ലാ ദിവസവും. ആണ്. ഓക്കെ, ടെൻസസ് ഒക്കെ എടുത്തത് കണ്ടിരുന്നോ റെക്കോർഡ് ക്ലാസ്? എന്തോ ടെൻസസ് ഒക്കെ കണ്ടിരുന്നോ? ടെൻസസ് ടെൻസ് അറിയാം മാം. അറിയാം, ക്ലിയർ ആണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണെന്ന് വെച്ചാൽ ക്ലിയർ ആണ്, അല്ലാന്ന് വെച്ചാൽ അല്ല. അങ്ങനല്ല, അറിയാം മാം. അറിയാം. ഓക്കെ, അപ്പൊ കുറച്ചു പേർക്കൊന്നും അറിയില്ല. നിങ്ങൾക്ക് ടെൻസില് ഏത് പോർഷൻ ആണ് ഡൗട്ട് എന്ന് പറയാമോ? എല്ലാവരും ഡൗട്ട് എന്ന് പറഞ്ഞവരൊന്ന് പറഞ്ഞേ, ഏത് പോർഷൻ ആണ് ഡൗട്ട്? എന്താണ്? എന്ത് ഐഡന്റിഫൈ ചെയ്യാൻ എങ്ങനെയാണ് ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യാൻ എങ്ങനെയാണ് പറയാം? മാം അങ്ങനെ അറിയില്ല എന്നല്ല, ഇപ്പൊ ചോദിക്കുമ്പോ ചിലതുണ്ടല്ല, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്,
ചിലപ്പോ ഞങ്ങൾ പറയും പ്രസന്റ് ടെൻസ് ആണെന്ന് പറയും അത്. അപ്പൊ ചിലപ്പോ അതായിരിക്കില്ല, പ്രസന്റ് കണ്ടിന്യൂസ് ആയിരിക്കും. അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു ഡൗട്ട് അങ്ങനെയാണ് വരുന്നത്. പ്രസന്റ് പാസ്റ്റ് ഫ്യൂച്ചർ ഓക്കെ മിസ്സേ. പ്രസന്റ് പാസ്റ്റ് ഫ്യൂച്ചർ ഓക്കെ ഐഡന്റിഫൈ ചെയ്യാം. ഈ പെർഫെക്റ്റ് കണ്ടിന്യൂസ് അത് പറയുമ്പോ പെട്ടെന്ന് കിട്ടായിട്ടാ. കണ്ടിന്യൂസ് കിട്ടൂ, പെട്ടെന്ന് കിട്ടൂല. ആ നവ്യ പറയൂ, റെസ്പോണ്ട് ചെയ്യൂ നവ്യ. എന്താണ് യെസ് മാം. പറയൂ നവ്യ ഫേസ് ചെയ്യുന്നത് എന്താണ്? എന്ത് ബുദ്ധിമുട്ടാ ഫേസ് ചെയ്യുന്നത് ടെൻസിനെ കുറിച്ചിട്ട്? ടെൻസ് ഇപ്പൊ നമുക്ക് പ്രസന്റ് ഒക്കെ ചോദിച്ചാലും മനസ്സിലാവും. ഇപ്പൊ പ്രസന്റിന് അങ്ങനെ അതൊക്കെ ക്ലിയർ ചെയ്യും. പക്ഷെ എന്ന് വെച്ചാൽ ഇപ്പൊ വേറെ മറ്റ് ടെൻസ് ഒക്കെ വരുമ്പോ എനിക്ക് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ട്. ഈ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഒക്കെ വരുമ്പോഴാണോ? ആ യെസ് മാം, അങ്ങനെയൊക്കെ. പിന്നെ ഇന്നലെ മാം സെന്റൻസ് അതായത് ഇങ്ങനെ പറയാൻ പറഞ്ഞില്ലേ, അന്നേരം എനിക്ക് നേരെ അത് കംപ്ലീറ്റ് ചെയ്യാനും പറ്റിയിരുന്നില്ല. പിന്നെ എനിക്ക് അത് പറയാനും ആവുന്നില്ല എന്നുള്ളൊരു പേടി. ഞാൻ ഒന്നും നോക്കിയിട്ടില്ല. ഇന്നലത്തെയാണോ? പറഞ്ഞത് എനിക്കത് ആവൂലെന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ ഇരുന്നു. എന്തെങ്കിലും തെറ്റ് വായില്ലേന്ന് വിചാരിച്ച്. നവ്യയുടെ വോയിസ് ഇങ്ങനെ ബ്രേക്ക് ആയി പോകുന്നു. ഒന്ന് റേഞ്ച് നോക്കേ. കാരണം ഇങ്ങനെ സംസാരിക്കുമ്പോ എനിക്ക് എന്താണ് നവ്യക്ക് എന്താണ് ഇഷ്യൂ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, പറ്റിയായിരുന്നു ടെക്സ്റ്റ് ചെയ്യും. ടെക്സ്റ്റ് ചെയ്യുന്നതിൽ ബെറ്റർ സംസാരിക്കുന്നതാണ്. അന്നേരം ടെക്സ്റ്റ് ചെയ്യൂ. റേഞ്ചിന്റെ ഇഷ്യൂ ആണെങ്കിൽ ടെക്സ്റ്റ് ചെയ്യും. എന്താണെന്ന് വെച്ചാൽ പറയൂ. എന്നാൽ മാത്രമേ നമുക്ക് അതിനനുസരിച്ച് എന്താണ് നെക്സ്റ്റ് എന്താണ് എനിക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും. അതുകൊണ്ടാണ്. ഓക്കെ, ഇനി ബിൻഷയ്ക്ക് എന്താണ് പ്രോബ്ലം? എന്താണ് മിസ്സേ അറിയില്ല എന്നല്ലേ. ഇപ്പൊ ING ചേർത്താല് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്, അല്ലെങ്കിൽ SC ചേർത്താല് പ്രസന്റ് പെർഫെക്റ്റ് ആണ്, വാസും വേറും വന്ന പാസ്റ്റ് ആണ്, അല്ലെ വില്ല് വന്ന ഫ്യൂച്ചർ ആണ്. ഇതൊക്കെ അറിയാം. പക്ഷെ മിസ് പെട്ടെന്ന് സെന്റൻസ് മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറയുമ്പോ അട്ടർ കൺഫ്യൂഷൻ ആണ്. പിന്നെ ഒരു കാര്യം, നമുക്ക് കുറെയൊക്കെ നമ്മളിങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യില്ലേ, അത് നമ്മൾ അങ്ങനെ തന്നെ മലയാളം എഴുതുമ്പോ അതിന്റെ ഒരു മിസ്റ്റേക്ക് നിങ്ങൾക്ക് വരുന്നുണ്ട്. കുറെയൊക്കെ ഇങ്ങനെ ട്രാൻസ്ലേഷൻ ചെയ്യാണ്ട് തന്നെ മാക്സിമം ആ ഇംഗ്ലീഷ് വേർഡ് തന്നെ പഠിച്ചു വെക്കുന്നതാണ് ഏറ്റവും നല്ല സെന്റൻസ്. അങ്ങനെ തന്നെ പഠിച്ചു വെക്കുന്ന നമ്മൾ. ഓക്കെ, അതാണ് ഞാൻ കുറച്ച് ഇങ്ങനെ സെന്റൻസ് തരുമ്പോൾ നിങ്ങൾ അതന്നെ പഠിച്ചു വെക്കുക. അതിന്റെ മലയാളം നിങ്ങൾക്ക് യെസ് ഇതാണ് എന്ന മലയാളം എന്ന് അറിയണം, അറിഞ്ഞിരിക്കുക. പക്ഷെ അത് ഇംഗ്ലീഷ് തന്നെ മാക്സിമം യൂസ് ചെയ്യും. ഓക്കെ, അതിന്റെ പക്ക മലയാളത്തിൽ പക്ക ഇംഗ്ലീഷ് അത് നിങ്ങൾക്ക് ഒരിക്കലും പറ്റില്ല. അത് ബുദ്ധിമുട്ടാണ്. അത് കൺഫ്യൂഷൻ വരെയുള്ളൂ. അപ്പൊ ഇത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് നിങ്ങളുടെ ബ്രെയിനിൽ കുറച്ചുകൂടെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രാൻസ്ലേറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അതും കുറച്ചുകൂടെ വെച്ചാൽ നിങ്ങൾക്ക് ടെൻസ് എത്രത്തോളം അറിയാം എന്നും കൂടെ നിങ്ങൾക്ക് ക്ലിയർ മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇപ്പൊ കുറച്ച് പേരെങ്കിലും പറഞ്ഞത് എനിക്ക് ടെൻസ് കുറച്ച് ഡൗട്ട് ഉണ്ട് മിസ് എന്ന് പറയാൻ കാരണം അതാണ്. ഓക്കെ, അപ്പോ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ടെൻസ് ക്ലിയർ ചെയ്യാണ്ട് റിപ്പോർട്ട് സ്പീച്ചോ പാസീവ് വോയിസോ ഒന്നും എടുത്തിട്ട് കാര്യമില്ല. മനസ്സിലായോ? ടെൻസ് ക്ലിയർ ആയാൽ മാത്രമേ നമുക്ക് ഇതെല്ലാം പഠിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ പഠിക്കാൻ പറ്റില്ല, ഒന്നും പഠിക്കാൻ പറ്റില്ല. അപ്പൊ ടെൻസ് നമുക്ക് ക്ലിയർ ചെയ്യാം. ഇപ്പോ പ്രസന്റ് സിമ്പിൾ പ്രസന്റ് ഒത്തിരി അധികം വരാമില്ല. അതായത് ഇത്രയ്ക്കുള്ളൂ, ഹി പ്ലേസ് എ ക്രിക്കറ്റ്. ഇവിടെ ING ഒന്നുമില്ല, ജസ്റ്റ് സബ്ജക്റ്റും ഒരു വേർബും മാത്രമേ ഉള്ളൂ അല്ലെ. അത് സിമ്പിൾ പ്രസന്റ് ആണ്. അത് ക്ലിയർ ആണ് എല്ലാവർക്കും. സിമ്പിൾ പ്രസന്റിൽ ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടോ? ഉണ്ടോ? ഒന്ന് റെസ്പോണ്ട് ചെയ്താലും ഇല്ല മിസ്, എന്റെ മൊബൈൽ ചാർജ് തീർന്നു മിസ്. കറണ്ട് ഇല്ല, ഓഫായിപ്പോ. 2% ഉള്ളു. ഓക്കെ, റെക്കോർഡ് ക്ലാസ് കാണാം കേട്ടോ. എന്തുകൊണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ എഴുതിയത് യൂട്യൂബിന്റെ ട്രൂത്ത് എന്നാ. അപ്പൊ അവിടെ സബ്ജക്റ്റ് ഉണ്ട്, പക്ഷെ
മിസ് പറഞ്ഞതിന്റെ അകത്ത് ടു ബി ഹോണസ്റ്റ് ആൻഡ് ഹാപ്പിക്കകത്ത് സബ്ജക്റ്റ് ഇല്ല, അതാ എനിക്ക് കൺഫ്യൂഷൻ ആയി പോയെ. ഏതായിരുന്നു? യു ടെൽ ദ ട്രൂത്ത് എന്ന് ഞാൻ എഴുതി. അപ്പൊ മിസ് പറഞ്ഞു ടു ബി ഹോണസ്റ്റ് ആൻഡ് ഹാപ്പി എന്ന്. അവിടെ സബ്ജക്റ്റ് ഇല്ലല്ലോ. ഞാൻ എന്ന് പറഞ്ഞ സബ്ജക്ട് അല്ലേ റിയ? അതിന് ഐ എവിടെ കിടക്കുന്നു? ടു ബി ഹോണസ്റ്റ് ഹാപ്പി എന്ന് കിടക്കുന്നു. ഐ എവിടെ കിടക്കുന്നു? ഞാൻ സന്തോഷവാനാണ് എന്നാണ് ഞാൻ മലയാളം പറഞ്ഞത്. അപ്പോ ഞാൻ സന്തോഷവാനാണെന്ന് പറഞ്ഞ സെന്റൻസിൽ ഞാൻ എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ആണ് അല്ലേ? യെസ്. അപ്പോ ഐ എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ എന്താണ് ബാക്കി? എന്താ? ടു ബി ഓണസ്റ്റ് ഐ ആം ഹാപ്പി. അത്രയേ ഉള്ളൂ ആ സെന്റൻസ്. സത്യം പറയുകയാണെങ്കിൽ ഞാൻ സന്തോഷവാനാണ്. ഞാനിവിടെ ആൻഡ് ചേർത്ത് പോയി. ടു ബി ഹോണസ്റ്റ് ഹാപ്പി അതാ പറ്റിപ്പോയെ. അയാം ഹാപ്പി എന്നായിക്കോട്ടെ. റിയയുടെ മിസ്റ്റേക്ക് ആണ്, അതൊന്ന് കറക്റ്റ് ചെയ്യാം. മനസ്സിലായി. താങ്ക് യു മിസ്. ഓക്കെ, അപ്പോ സിമ്പിൾ പ്രസന്റ് ക്ലിയർ ആണ് എല്ലാവർക്കും. അതിൽ വേറെ ഡൗട്ടും കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. ആണോ? അതൊന്ന് റെസ്പോണ്ട് ചെയ്തേ. സിമ്പിൾ പ്രസന്റ് ക്ലിയർ ആണോ ഇല്ലയോ? എല്ലാവരും റെസ്പോണ്ട് ചെയ്യാം. നവ്യ, ബിൻഷ, ക്ലിയർ ആണ്. നവ്യ ക്ലിയർ ആണോ? റെസ്പോണ്ട് ചെയ്യ നവ്യ. ഒന്നുകൂടെ. യെസ്, ഒന്നുകൂടെ. ജിസ്മി, സിമ്പിൾ പ്രസന്റ് എന്ന് പറഞ്ഞേ. ജിസ്മിക്ക് എന്താണ് മനസ്സിലായത് പറഞ്ഞു. സിമ്പിൾ പ്രസന്റില് ഒരു സബ്ജക്റ്റും വെർബും മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് ഹി പ്ലേസ് ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ അവൻ ക്രിക്കറ്റ് കളിക്കുന്നു. വേറെ നമ്മൾ കൂടുതലായിട്ടൊന്നും അതിനകത്ത് പറയുന്നില്ല. ഒരു സബ്ജക്റ്റ് ഉണ്ടാവും, ഒരു വെർബ് ഉണ്ടാകും. അത്രയേ ഉള്ളൂ. അതാണ് പ്രസന്റ്, സിമ്പിൾ പ്രസന്റ്. പിന്നെ ഈ പ്ലേസ് എന്താണ് എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ വെർബിന്റെ കൂടെ എസ് ആഡ് ചെയ്യണം. ഈ പ്ലേസ് അത് സബ്ജക്റ്റ് സിംഗുലർ ആണ്. ഹി എന്ന് പറയുന്നത് സിംഗുലർ ആണ്. ഏതൊക്കെയാണ് സിംഗുലർ സബ്ജക്റ്റ്? ഹി, ഷീ, ഇറ്റ്, എവരിബഡി എന്ന് പറയുന്ന 4 സബ്ജക്റ്റ് ആണ് സിംഗുലർ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഈ സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ സിമ്പിൾ പ്രസന്റില് വെർബിന്റെ കൂടെ നമ്മൾ എസ് ആഡ് ചെയ്യണം. അതായത് ഈ പ്ലേസ്, ഷീ പ്ലേസ്, ആൻഡ് ഇറ്റ് പ്ലേസ്, എവരിബഡി പ്ലേസ്. പ്ലേ എന്ന് പറയുന്ന വെർബിന്റെ കൂടെ എസ് ആഡ് ചെയ്യുമ്പോഴാണ് പ്ലേസ് എന്ന് കിട്ടിയത്. അത് സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് നമ്മൾ പ്ലേസ് യൂസ് ചെയ്തത്. ഇനി പ്ലൂറൽ സബ്ജക്റ്റ് ഐ, യു, വി, ദേ എന്ന് പറഞ്ഞ പ്ലൂറൽ സബ്ജക്റ്റ് ഉണ്ട്. ഈ പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ ഐ പ്ലേ, പ്ലേ മാത്രമേ വരുള്ളൂ. ഐ പ്ലേ, യു പ്ലേ, വി പ്ലേ, ദേ പ്ലേ, ഇങ്ങനെയാണ് പറയാം. ഓക്കെ, ഇതാണ് സിമ്പിൾ പ്രസന്റ്. Is it clear or not? Navya? Yes. Okay. ഇനിയിപ്പോ സിമ്പിൾ പ്രസന്റ് ഓക്കെ. ഇനി സിമ്പിൾ പാസ്റ്റിലേക്ക് പോകും. സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ പാസ്റ്റിലും ഈ പറഞ്ഞ പോലെ ഒരു സബ്ജക്റ്റും ഒരു വെർബും മാത്രമേ ഉണ്ടാവുള്ളൂ. വെർബ് എന്ന് വെച്ചാല് വെർബിന്റെ V2 ഫോം ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, V2 ഫോം ആയിരിക്കും. മസ്റ്റ് ആണ് ഓർത്തിരിക്കേണ്ട കാര്യമാണ് V2 ഫോം. ഗോ എന്ന് പറഞ്ഞ വെർബിന്റെ V2 ഫോം ഏതാണ്? വെന്റ്. വെന്റ് ആണ്. അപ്പോ ഐ വെന്റ് എന്ന് പറഞ്ഞാൽ അത് സിമ്പിൾ പാസ്റ്റ് ആണ്. ഐ വെന്റ്. ഏത് നോട്ടാണ് നവ്യ? This note means this note. Okay. Passive voice. Yeah, passive voice ഞാൻ already upload ചെയ്തിട്ടുണ്ട്. Okay. Yeah, അപ്പോ സിമ്പിൾ പാസ്റ്റിന്റെ കൂടെ എന്താണ്? സബ്ജക്റ്റിന്റെ കൂടെ V2 ഫോം ആണ് ഉണ്ടാവുക. I went, you went, അത് സബ്ജക്ട് ഏതോ ആയിക്കോട്ടെ V2 ഫോം ആണ് ഉണ്ടാവുക. അതാണ് സിമ്പിൾ പാസ്റ്റ്. ഇനി സിമ്പിൾ ഫ്യൂച്ചർ. സിമ്പിൾ ഫ്യൂച്ചർ എന്താണ്? വിൽ ഉണ്ടാകും.
I will do, I will go, I will write. അതായത് വില്ലിന് ശേഷം വരുന്നത് V1 ഫോം ആയിരിക്കും, ഫസ്റ്റ് ഫോം ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണോ? സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ. Is it clear or not? Yes. Yes. Anyone? Do you have any doubts about simple? No. Clear. നവ്യ, നവ്യക്ക് ക്ലിയർ ആയോ? നവ്യക്ക് ഡൗട്ട്? നവ്യ ക്ലിയർ ആയില്ലയോ? ഇല്ല എന്ന് പറഞ്ഞോളൂ. Navya, waiting for your response. പാസ്റ്റ് പെർഫെക്റ്റും പ്രസന്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള വ്യത്യാസം അറിയില്ല. പറയാം പ്രിയ, പറയാട്ടോ. ഇനി നെക്സ്റ്റ് റിപ്പീറ്റോ. ഏതാണ്? സിമ്പിൾ ആണോ? സിമ്പിള് നവ്യ ഒരു നോട്ട്ബുക്കിൽ കറക്റ്റ് ആയിട്ട് എഴുതി വെക്കും. സിമ്പിൾ പ്രസന്റ് വരുമ്പോ സബ്ജക്റ്റും വേർബും മാത്രമേ ഉണ്ടാവുള്ളൂ. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ വേർബ് ആണ് യൂസ് ചെയ്യുക, പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ പ്ലൂറൽ വേർബ് ആണ് യൂസ് ചെയ്യുക. ഓക്കെ, സിംഗുലർ സബ്ജക്ട് എന്ന് പറയുമ്പോൾ he, she, it, everybody ആണ്. പ്ലൂറൽ സബ്ജക്ട് എന്ന് പറയുമ്പോൾ I, you, we, they ആണ്. ഓക്കെ, ഇനി വെർബിനെ സിംഗുലർ ആക്കണമെങ്കിൽ വെർബിന്റെ കൂടെ s ആഡ് ചെയ്യണം. ഓക്കെ, ഇതൊക്കെയാണ് സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്നത്. സിമ്പിൾ പാസ്റ്റ് ഞാൻ പറഞ്ഞു, സബ്ജക്റ്റിന്റെ കൂടെ V2 ഫോം ആണ് ഉണ്ടാവുക. വെർബിന്റെ V2 ഫോം, ഗോ എന്ന് പറയുന്ന വെർബിന്റെ V2 ഫോം ആണ് വെന്റ്, കമ്മിന്റെ V2 ഫോം ആണ് came. ഓക്കെ, അപ്പൊ സബ്ജക്റ്റിന്റെ കൂടെ V2 ഫോം ആണ് ഉണ്ടാവുക. സബ്ജക്ട് ഏതായാലും അതിന്റെ കൂടെ V2 ഫോം ആണ് ഉണ്ടാവുക. അതാണ് സിമ്പിൾ പാസ്റ്റ്. ഇനി സിമ്പിൾ ഫ്യൂച്ചർ. സിമ്പിൾ ഫ്യൂച്ചർ മീൻസ് അത് ഫ്യൂച്ചറിൽ എപ്പോഴും നമ്മൾ will ആണ് യൂസ് ചെയ്യുക. I will go, I will do, I will write, I will run. ഓക്കെ, അപ്പൊ willന്റെ ശേഷം നമ്മൾ V1 ഫോം ആണ് യൂസ് ചെയ്യുക. ഇതാണ് സിമ്പിൾ പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ. ക്ലിയർ? നെക്സ്റ്റ് കണ്ടിന്യൂസ് ആണ്. കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ പ്രസന്റ് കണ്ടിന്യൂസില് സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ എന്താണ്? ഈസ് ആണ് വരാം. ഈസ്. he, she, itന്റെ കൂടെ ഈസ് ആണ് വരാം. അതിലാണെങ്കിൽ ആം വരും. പ്ലൂറൽ സബ്ജക്ട് യു, വി, ദേ ആണെങ്കിൽ ആർ വരും. ഓക്സിലറീസ് ആണ്. അപ്പോ പ്രസന്റ് കണ്ടിന്യൂസിൽ എപ്പോഴും ഓക്സിലറീസ് ഉണ്ടാകും, മസ്റ്റ് ആണ്, ഓക്സിലറീസ് ഉണ്ടാകും. ഈസ്, ആം, ആർ ആണ് പ്രസന്റ് കണ്ടിന്യൂസിലെ ഓക്സിലറീസ്. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ടത് കണ്ടിന്യൂസ് എന്ന് കേൾക്കുമ്പോൾ എപ്പോഴും ഒരു ING ഫോം ഉണ്ടാകും. ING ഫോം ഉണ്ടെങ്കിൽ അത് കണ്ടിന്യൂസ് ആണ് എന്ന് മനസ്സിലാക്കുക. അത് ഏത് ടെൻസ് ആയിക്കോട്ടെ, ഏതായിക്കോട്ടെ, ING ഫോം ഉണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആണ്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏത് ടെൻസ് ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്യുക എന്നാണ്. ഈസ്, ആം, ആർ ആണെങ്കിൽ അത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. വാസും വേറും ആണെങ്കിൽ അത് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. ഇനി വിൽ ബി ആണെങ്കിൽ അത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണ്. അതായത് ഐ ആം റൈറ്റിംഗ്, ഹി ഈസ് റൈറ്റിംഗ്, ഷീ ഈസ് റൈറ്റിംഗ്, ഇറ്റ് ഈസ് റൈറ്റിംഗ്, യു ആർ റൈറ്റിംഗ്, വി ആർ റൈറ്റിംഗ്. ഇതെല്ലാം പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. ഇനി ഐ വാസ് റൈറ്റിംഗ്, you were writing, they were writing, he was writing, അത് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. Then I will be writing, she will be writing, you will be writing, they will be writing. So also future continuous tense. Okay, അപ്പൊ continuous clear ആണോ? WERE വേറെ ടെൻസ്. WERE Present tense. പ്രസന്റ് ടെൻസ് ഏതാണ്? കണ്ടിന്യൂസ് ആ? ഡൗട്ട് ആണ്. കണ്ടിന്യൂസ് ആകുമ്പോ ING വരും. കണ്ടിന്യൂസ് ആണെങ്കിൽ ING ആണ്. കണ്ടിന്യൂസ് എന്ന് കേൾക്കുമ്പോൾ ING ആണെന്ന് മനസ്സിൽ വരുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ടത് ഓക്സിലറീസ് മാറുമ്പോൾ അത് പാസ്റ്റ് ആണോ പ്രസന്റ് ആണോ എന്ന് മനസ്സിലാക്കാണ്. ഫ്യൂച്ചറിൽ എപ്പോഴും വില്ല് ഉണ്ടാകും എന്ന് മനസ്സിലാക്കാം. അത് ഏത് ഫോം ആയിക്കോട്ടെ വില്ല് ഉണ്ടാകും. കണ്ടിന്യൂസ് ആയാലും പെർഫെക്റ്റ് ആയാലും, പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയാലും ഫ്യൂച്ചർ ആണോ വില്ല് ഉണ്ടാകും. അപ്പൊ വില്ല് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാക്കാം, അത് ഫ്യൂച്ചർ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും.
ഓക്കെ, ഇനി പ്രസന്റ് ആണെങ്കിലോ കണ്ടിന്യൂസിൽ ഓക്സിലറീസ് നോക്കിയാൽ മതി. ഈ ആണെങ്കിൽ അത് പ്രസന്റ് ആണ്, വാസും വേർ ആണെങ്കിൽ ഫ്യൂച്ചർ ആണ്, ING ഉണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആണ്. നവ്യ എന്താണ് ഈസി ആയിട്ട് പഠിക്കാനാണോ ഉദ്ദേശിക്കുന്നത്? നവ്യ ഈസി ആയിട്ട് പഠിക്കണം എന്നാണോ? അപ്പൊ നവ്യ നോട്ട് ചെയ്ത് വെക്കുക, പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ നോട്ട് ചെയ്ത് വെക്കുക. വേർ വിച്ച് ടെൻസോ? വേർ പാസ്റ്റ് ആണ്, പാസ്റ്റിൽ യൂസ് ചെയ്യുന്നതാണ്, പാസ്റ്റ് പ്ലൂറലിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. സോറി, പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ യൂസ് ചെയ്യുന്നതാണ്, പാസ്റ്റ് ടെൻസിലെ പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ യൂസ് ചെയ്യുന്നതാണ് വേർ. നവ്യക്ക് അത് സിമ്പിൾ ആയിട്ട് പഠിക്കാനാണെങ്കിൽ നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ നവ്യ, എന്നാൽ മാത്രമേ പഠിക്കാവുള്ളൂ. അത് മാത്രം നവ്യ പഠിക്കണം. അത് പഠിക്കാന്ന് വെച്ചാൽ ബൈഹാർട്ട് ചെയ്ത് പഠിക്കണം, എന്നാലേ അത് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ റെക്കോർഡ് ക്ലാസ് കണ്ടിട്ട് ഒന്നുകൂടെ റെക്കോർഡ് ക്ലാസ് കാണാം, ക്ലിയർ ആകും. അപ്പൊ പ്രസന്റ് കണ്ടിന്യൂസ് ഇത്രേ പറയാനുള്ളൂ. സബ്ജക്റ്റിന്റെ കൂടെ ഈസ്, ആം, ആർ, ആൻഡ് പ്ലസ് ING ഫോം ഉണ്ടെങ്കിൽ അത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. ദെൻ സബ്ജക്റ്റിന്റെ കൂടെ വാസ്, വെയർ ആണ്, ദെൻ ING ഫോം ഉണ്ടെങ്കിൽ അത് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. ദെൻ വിൽ ബി പ്ലസ് ING ഉണ്ടെങ്കിൽ അത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണ്. സബ്ജക്ട് പ്ലസ് വിൽ ബി പ്ലസ് ING ഫോം ഉണ്ടെങ്കിൽ അത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണ്. സോ ഇത് അപ്പൊ ഈ സ്ട്രക്ചേഴ്സ് മസ്റ്റ് ആയിട്ട് പഠിക്കുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റൂ. ഓക്കെ, ഇനി പെർഫെക്റ്റ് ആണ്. അതായത് പ്രസന്റ് കണ്ടിന്യൂസില് ഫ്യൂച്ചറില് വിൽ ബി ആണ് വരാ, സബ്ജക്റ്റിന്റെ കൂടെ വിൽ ബി, സബ്ജക്ട് പ്ലസ് വിൽ ബി പ്ലസ് ING ഫോം, വെർബിന്റെ കൂടെ ING, സബ്ജക്ട് പ്ലസ് വിൽ ബി പ്ലസ് വെർബിന്റെ കൂടെ ING ആണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് വരാ. അതായത് ഐ വിൽ ബി റൈറ്റിംഗ്, ഐ എന്ന് പറയുന്ന സബ്ജക്ട്, ദെൻ വിൽ ബി ആഡ് ചെയ്തു, റൈറ്റിംഗ്, റൈറ്റിന്റെ കൂടെ ING ചേർത്തു. ഇനി ഹി വിൽ ബി റൈറ്റിംഗ്, നമ്മുടെ സബ്ജക്ട് ഏതായാലും നമുക്ക് വിൽ ബി തന്നെ ആഡ് ചെയ്യാം. ഓക്കെ, ഇനി പെർഫെക്റ്റ് ആണ്, പ്രസന്റ് പെർഫെക്റ്റ്. പ്രസന്റ് പെർഫെക്റ്റില് പെർഫെക്റ്റ് എന്ന് കേട്ടാല് ഹാസോ, ഹാവോ, ഹാഡോ ഉണ്ടാകും, മസ്റ്റ് ആണ്. ഏത് പെർഫെക്റ്റ് ആയിക്കോട്ടെ, പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ ഹാസ്, ഹാവ്, ഹാഡ് ഉറപ്പായിട്ടുണ്ടാകും. ഓക്കെ, ഞാൻ കേട്ടില്ല, മമ്മി ഇവിടെ തുണി എടുക്കാൻ വന്നു. അതായത് പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, ഏത് പെർഫെക്റ്റ് ആണെങ്കിലും പെർഫെക്റ്റ് എന്ന് കേൾക്കുമ്പോൾ ഹാസോ, ഹാവോ, ഹാഡോ മസ്റ്റ് ആയിട്ട് ഉണ്ടാകും. ഓക്കെ, ഇനി പ്രസന്റ് പെർഫെക്റ്റ്. പ്രസന്റ് പെർഫെക്റ്റില് മനസ്സിലാക്കേണ്ടത് ഹാവ് അല്ലെങ്കിൽ ഹാസ് ആയിരിക്കും ഉണ്ടാകും, വേറെ ഒന്നും വരില്ല, ഹാവിനെയും ഹാസ് ആയിരിക്കും ഉണ്ടാകും. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ ഹാസും പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ ഹാവ് ആണ് യൂസ് ചെയ്യാം. ഓക്കെ, സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ ഹാസും പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ ഹാവ് ആണ് യൂസ് ചെയ്യാം. ഈ ഹാവിന് ശേഷവും ഹാസിന് ശേഷവും V3 ഫോം ആണ് യൂസ് ചെയ്യാം. വേർബിന്റെ തേർഡ് ഫോം ആണ് നമ്മൾ യൂസ് ചെയ്യാം. അതായത് സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ ഹി, ഷീ, ഇറ്റ്, എവരിബഡി, അവരുടെ കൂടെ ഹാസ് യൂസ് ചെയ്യുന്നു. ദെൻ നമ്മൾ V3 ഫോം ആണ് യൂസ് ചെയ്യേണ്ടത്. ഹി ഹാസ് റിട്ടൺ, ഹി ഹാസ് ഗോൺ. ഓക്കെ, V3 ഫോം ആണ് യൂസ് ചെയ്യേണ്ടത്. നവ്യ, നമുക്ക് റെക്കോർഡ് ക്ലാസ് കാണുമ്പോൾ നമുക്ക് കുറച്ചൊരു ക്ലിയർ ആയിട്ട് എഴുതിക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ ക്ലാസ് ഇങ്ങനെ ലാഭം. ഈ പ്രസന്റ് പെർഫെക്റ്റും പാസ്റ്റ് പെർഫെക്റ്റും ഫ്യൂച്ചർ പെർഫെക്റ്റും എനിക്ക് മനസ്സിലായില്ല. പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ശ്രദ്ധിച്ചിരിക്കൂ. പ്രസന്റ് പെർഫെക്റ്റില് സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ ഒന്നുകൂടെ പറയൂ. പ്രസന്റ് പെർഫെക്റ്റിന്റെ കൂടെ, പ്രസന്റ് പെർഫെക്റ്റിന്റെ
പ്രിയ കുറച്ചു നേരം സൈലന്റ് ആയിട്ടിരിക്കൂ, കേൾക്കാൻ പറ്റും. പ്രസന്റ് പെർഫെക്റ്റില് സിംഗുലർ സബ്ജക്റ്റില് ഹാസും പ്ലൂറൽ സബ്ജക്റ്റില് ഹാവുമാണ് യൂസ് ചെയ്യാം. ഓക്കെ, he has, she has, it has, everybody has. Then plural subject ആണെങ്കിൽ I have, you have, we have, they have. അപ്പോ ഈ ഹാവിനും ഹാസിന് ശേഷം യൂസ് ചെയ്യുന്ന വെർബ് എപ്പോഴും V3 ആയിരിക്കണം, തേർഡ് ഫോം ഓഫ് ദി വെർബ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. അതായത് റൈറ്റ് എന്ന് പറയുന്ന വെർബിന്റെ തേർഡ് ഫോം എന്ന് പറയുന്നത് റൈറ്റ്, റോഡ്, റിട്ടൺ ആണ്, റിട്ടൺ. ഇനി ഗോ ആണെങ്കിൽ ഗോ, വെന്റ്, ഗോൾ. കം ആണെങ്കിൽ കം, കെയിം, കം. അപ്പൊ V3 ഫോം ആണ് യൂസ് ചെയ്യുന്നത്. I have written, you have written, they have written. ഇതാണ് പ്രസന്റ് ടെൻസ്, അതായത് പ്രസന്റ് പെർഫെക്റ്റ്. ഇനി he has written, she has written. ഓക്കെ, പ്ലൂറൽ എക്സാമ്പിൾ you have written. ആദ്യം നവ്യ ഈ പ്ലൂറൽ സബ്ജക്ട് ഏതൊക്കെയാണെന്ന് കറക്റ്റ് ആയിട്ട് എഴുതി വെക്കാം. അപ്പോ നവ്യക്ക് പ്ലൂറൽ സബ്ജക്ട് ഏതൊക്കെയാണെന്ന് മനസ്സിലാവും. ദെൻ സിംഗുലർ സബ്ജക്ട് ഏതൊക്കെയാണെന്ന് എഴുതി വെക്കുക. അപ്പോ സിംഗുലർ സബ്ജക്റ്റ് മനസ്സിലാവും. ഇനി പിന്നെ എഴുതേണ്ടത് പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ ഹാവും സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ ഹാസും ആണെന്ന് എഴുതി വെക്കാം. ഓക്കെ, ഇനി ഹാവിനും ഹാസിന് ശേഷം V3 ഫോം ആണെന്ന് കൂടെ എഴുതാം. സോ ക്ലിയർ ആണ്. എന്നിട്ട് നവ്യ കുറെ എക്സാമ്പിൾസ് ഒക്കെ മേക്ക് ചെയ്യാൻ പറ്റുന്നു. അതായത് പ്ലൂറൽ സബ്ജക്ട് എന്ന് പറയുന്നത് യു, ഐ, യു, ഇതയാണ്. അപ്പൊ യു അവരുടെ കൂടെ ഹാവ് ആണ് യൂസ് ചെയ്യുക. അപ്പൊ ഐ ഹാവ്, യു ഹാവ്, ദേ ഹാവ് എന്നൊക്കെ പറയാം. ഈ V3 ഫോം കൂടെ യൂസ് ചെയ്യുകയാണെങ്കിൽ റിട്ടേൺ വേണമെങ്കിൽ എക്സാമ്പിൾ എടുക്കാം. യു ഹാവ് റിട്ടേൺ, വി ഹാവ് റിട്ടേൺ, ദേ ഹാവ് റിട്ടേൺ. ഇതാണ് പ്രസന്റ് പെർഫെക്റ്റ്. ഹാസ് ആണെങ്കിൽ he has returned, she has returned, it has returned, everybody has returned. ക്ലിയർ ആണോ? മനസ്സിലായോ? പ്രസന്റ് പെർഫെക്റ്റ് ക്ലിയർ ആയോ എല്ലാവർക്കും? പ്ലൂറൽ ആണോ പിന്നെ ഇങ്ങനെ എവരിബഡിയുടെ കൂടെ ഹാസ് വന്നു? അറിയാ, സിംഗുലർ സബ്ജക്റ്റിന് കൂടെയാണ് ഹാസ് വരാം. എവരിബഡി പ്ലൂറൽ ആണല്ലോ. എവരിബഡി പ്ലൂറൽ അല്ല, സിംഗുലർ ആണ്. അതൊന്ന് മനസ്സിലാക്കൂ, സിംഗുലർ ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് പ്രസന്റ് പെർഫെക്റ്റ്. ക്ലിയർ ആണോ എല്ലാവർക്കും? ഇന്ന് റെസ്പോണ്ട് ചെയ്യാവോ? ക്ലിയർ ആണ്. ക്ലിയർ ആണ്. ഇനി നെക്സ്റ്റ് നവ്യ ക്ലിയർ ആണോ? ഇനി നെക്സ്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. പാസ്റ്റ് പെർഫെക്റ്റില് ഒന്നും നോക്കാനില്ല. ഈ ഹാവ് ഹാസ് ഒന്നും ഉണ്ടാവില്ല, വെറും ഹാഡ് മാത്രം. ഈ ഹാവിന്റെ ഹാസിന്റെ ഒക്കെ പാസ്റ്റ് ആണ് ഹാഡ്. ഓക്കെ, അപ്പോ സബ്ജക്ട് ഏതായാലും ഹാഡ് ആയിരിക്കും. ഏത് സബ്ജക്റ്റിന്റെ കൂടെയും നമുക്ക് ഹാഡ് യൂസ് ചെയ്യാം. ഹാഡിന് ശേഷം എപ്പോഴും V3 ഫോം ആണെന്ന് മറക്കരുത്. ഹാഡിന് ശേഷം V3 ഫോം ആണ് യൂസ് ചെയ്യുക. അതാണ് പാസ്റ്റ് പെർഫെക്റ്റ്. സബ്ജക്ട് ഏതായാലും നമുക്ക് ഹാഡ് യൂസ് ചെയ്യാം. ഹാഡിന് ശേഷം V3 ഫോം യൂസ് ചെയ്യണം. ഓക്കെ, ക്ലിയർ ആണോ? പാസ്റ്റ് ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ക്ലിയർ ആണ്. നവ്യക്ക് കുറച്ച് ഡൗട്ട് ഉണ്ട്, മനസ്സിലാവുന്നുണ്ട്. ഈ റെക്കോർഡ് ക്ലാസ് ഒന്ന് കണ്ടിട്ട് നവ്യ ഡൗട്ട് ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ വന്ന് എന്നോട് പറയണം. ഓക്കെ, ഇനി ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണ്. ഫ്യൂച്ചറിൽ മനസ്സിലാക്കേണ്ടത് വില്ല് എന്തായാലും ഉണ്ടാവും. വില്ല് വിട്ടൊരു കഴിയില്ല ഫ്യൂച്ചർ. വില്ല് മസ്റ്റ് ആണ്. അപ്പോ പെർഫെക്റ്റ് അല്ലേ? നമുക്ക് ഹാവ് ഹാസ് യൂസ് ചെയ്യണ്ടേ? അപ്പോ ഇവിടെ ഹാവ് മാത്രമേ ഉള്ളൂ. ഐ വിൽ ഹാവ് റിട്ടേൺ. ഹാവിന് ശേഷം V3 ഫോം ആണെന്ന് മറക്കരുത്. ഏത് ടെൻസ് ആയാലും ശരി, ഹാവോ ഹാസോ ഹാഡോ അതിനുശേഷം എപ്പോഴും നമ്മൾ V3 ഫോം ആണ് ഉപയോഗിക്കേണ്ടത്. അത് മസ്റ്റ് ആണ്. ഓക്കെ, ഐ വിൽ ഫ്യൂച്ചർ ആകുമ്പോ ഐ വിൽ, യു വിൽ, ദേ വിൽ, വി വിൽ ഏതായാലും ഷാലും യൂസ് ചെയ്യാം. പക്ഷെ നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് വില്ലാണ്. ഓക്കെ, we will have written, you will have written, she will have written. മനസ്സിലായോ? ഇതിന് ശേഷം ഹാവ് ആണ് വരാ, ഹാസ് വരില്ല. ഹാവ് മാത്രമേ വരുള്ളൂ, ഹാസ് വരില്ല ഫ്യൂച്ചറില്.
ഫ്യൂച്ചർ പെർഫെക്റ്റില് വില്ലിന് ശേഷം ഹാവ് മാത്രമേ വരുള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ്. അപ്പൊ പെർഫെക്റ്റ് എല്ലാം കഴിഞ്ഞു. ക്ലിയർ ആണോ? പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ ക്ലിയർ ആണ്. വളരെ ക്ലിയർ ആണ്. ഗുഡ്. ഇനി പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ് അല്ലെ? അപ്പോ കേൾക്കുന്ന പോലെ തന്നെ പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ, പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ ഹാസ്, ഹാവ്, ഹാഡോ ഫസ്റ്റ് ആയിട്ട് ഉണ്ടാകും. കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ ഒരു ing ഫോമുകൾ ഉണ്ടാകും അല്ലെ? അപ്പോ ഇവിടെ എന്താണ് സബ്ജക്റ്റിന്റെ കൂടെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസില് സബ്ജക്റ്റിന്റെ കൂടെ ഞാൻ പറഞ്ഞു ഹാസ് ഹാവ് വരുന്നത് എങ്ങനെയാണ് എന്ന് പറഞ്ഞു. അതിനുശേഷം ഹാസ് ഹാവിന് ശേഷം ബീൻ ഉണ്ടാകും. ബീൻ, കാരണം ഹാസും ഹാവിന് ശേഷം നമ്മൾ V3 ഫോം ആണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പൊ ing നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം ആ ഹാവിന് ഹാസിന് ശേഷം V3 ആണ് ചേർക്കേണ്ടത്, ing ചേർക്കും. അപ്പൊ ing ചേർക്കണമെങ്കിൽ അതിന് മുൻപ് എന്തെങ്കിലും വേണം അല്ലെ? അപ്പോ ഹാസ് ഹാവിന് ശേഷം ബീൻ ആണ് വരുന്നത്. ബീൻ, ബീനിന് ശേഷമാണ് നമ്മൾ ing യൂസ് ചെയ്യുന്നത്. അതായത് ഐ ഹാവ് ബീൻ റൈറ്റിംഗ്, she has been writing, you have been writing. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെയാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ട് ഹാവ് ഹാസ് യൂസ് ചെയ്യാം, അതിനുശേഷം ബീൻ ആഡ് ചെയ്യാം, അതിനുശേഷം ing ഫോം ചേർക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. സെയിം തന്നെ, ഹാഡിന്റെ കൂടെ ബീൻ ചേർക്കുക, ing ചേർക്കുക. She had been writing, he had been writing, they had been writing, I had been writing. Same future. Will must ആണെന്ന് അറിയാലോ. will ശേഷം have ആണ്, പിന്നെ ബീൻ യൂസ് ചെയ്യണം. I will have been writing, they will have been writing, she will have been writing. ഇത്രയേ ഉള്ളൂ. ക്ലിയർ ആയോ? ഒരു ഡൗട്ട് ഉണ്ട്. പാസ്റ്റ് പെർഫെക്റ്റ് ഹാർഡ് ഉപയോഗിക്കും, പ്ലൂറൽ ആണെങ്കിൽ എന്ത് ഉപയോഗിക്കും? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് അവിടെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസോ പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിലും സബ്ജക്ട് ഏതായാലും നമുക്ക് ഹാഡ് യൂസ് ചെയ്യാം. അവിടെ വേറെ ഒന്നുമില്ല, എല്ലാ സബ്ജക്റ്റിന്റെ കൂടെയും ഹാഡ് യൂസ് ചെയ്യും. പ്രസന്റിൽ മാത്രമാണ് സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ ഹാസും പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ ഹാവ് യൂസ് ചെയ്യേണ്ടത്, പ്രസന്റിൽ മാത്രം. ഓക്കെ, അപ്പൊ ടെൻസസ് ക്ലിയർ ആണ്, എല്ലാവർക്കും ക്ലിയർ ആണ്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. പറയൂ, ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, നമുക്ക് ക്ലിയർ ചെയ്യാം. റെസ്പോണ്ട് ചെയ്യൂ. മാം, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരോ? ഒരു സെന്റൻസ്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലോ ഞാൻ പറഞ്ഞല്ലോ, they had been playing cricket എന്ന് പറയാം. they had been playing cricket since 1 o'clock എന്ന് പറയാം. ക്ലിയർ ആയോ? മാം, എന്തോ V3 ഫോം എന്ന് പറഞ്ഞിട്ട് പ്ലെയിൻ എന്നാ പറഞ്ഞേ. കണ്ടിന്യൂസ് ആണ് ചോദിച്ചത് റിയ, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ് ചോദിച്ചത് അല്ലേ? ജിസ്മി ഏത് ടെൻസ് ആണ് ചോദിച്ചത്? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അതെ ഞാനും ചോദിച്ച പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പൊ ഇവിടെ പറഞ്ഞു they had been playing cricket എന്ന്. അപ്പം പ്ലേയിങ് V3 ഫോം അല്ലല്ലോ, V2 ഫോം ആണല്ലോ. റിയ ഒന്നിനും ക്ലാസ്സിൽ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കാം, എന്നിട്ട് ചോദിക്കാം. കാരണം ഇതെല്ലാം ഞാൻ പറഞ്ഞു പോയതാണ്. കറക്റ്റ് ആയിട്ട് ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ ഫുൾ ടൈം ഡൗട്ട് ചോദിക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാൻ പറഞ്ഞ ശരി, ഞാൻ എന്താ പറഞ്ഞേ? ഹാഡിനോ ഹാവിനോ ശേഷമാണ് നമ്മൾ V3 ഫോം വെക്കാം. ഓക്കെ, ഇവിടെ ബീൻ വന്നത് കൊണ്ട് നമുക്ക് ing ചേർക്കാം. ഓക്കെ,
അതിപ്പോ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലോ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലോ എല്ലാത്തിനും ബീൻ വേണം. എന്തോ V3 ഫോം എന്ന് പറഞ്ഞാൽ എന്താ? V3 ഫോം എന്ന് പറഞ്ഞാൽ വെർബിന്റെ തേർഡ് ഫോം ആണ് V3 ഫോം. വെർബിന് 3 ഫോം ഉണ്ട്. ഫസ്റ്റ് ഫോം, സെക്കൻഡ് ഫോം, തേർഡ് ഫോം. അതിനെയാണ് ജസ്റ്റ് ഷോർട്ട് ആക്കി V3 ഫോം എന്ന് പറയുന്നു. അത്രയേ ഉള്ളൂ. അതായത് റൈറ്റ് എന്ന് പറയുന്ന വേർഡ് V3 ഫോം ആണ്. എന്തോ പ്ലേയിങ് എങ്ങനെ V3 ഫോം ആണ്? റിയ, പ്ലേയിങ് V3 ഫോം ആണെന്ന് ആര് പറഞ്ഞു റിയ? അത് ING ഫോം അല്ലേ, കണ്ടിന്യൂസ് അല്ലേ? അപ്പൊ എന്നോട് പറഞ്ഞു ബീം പ്ലസ് V3 ഫോം. They had been playing cricket എന്നാണ് ഞാൻ പറഞ്ഞത്. അതിൽ എന്താണ് മിസ്റ്റേക്ക് എന്ന് റിയ പറയൂ. They had been playing cricket എന്ന് പറഞ്ഞ സെന്റൻസ് ആണ്. They had been playing പറഞ്ഞ ആടോട് ബീം പ്ലസ് V3 ഫോം എന്ന് പറഞ്ഞ് ആടോട് ബീം പ്ലസ് V3 ഫോം എന്ന് പറഞ്ഞിട്ട് V3 ഫോമിന്റെ അവിടെ പ്ലേയിങ് കൊണ്ടും ചേർത്തത് എനിക്ക് മനസ്സിലാകാത്ത. ബീൻ കഴിഞ്ഞിട്ട് V3 ഫോം ആണെന്ന് ഞാൻ പറഞ്ഞില്ല അറിയാം. ടീച്ചർ സംസാരിച്ചില്ല. ടീച്ചർ കറക്റ്റ് ആണ് പറയുന്നത്. ഡൗട്ട് ഉണ്ടെങ്കിൽ തന്നിട്ട് വേണം ഡൗട്ട് ചോദിക്കാൻ, അല്ലാതെ ചുമ്മാ ചോദിച്ചിട്ട് കാര്യമില്ല. ക്ലാസ് ശ്രദ്ധിക്ക്. അപ്പൊ V3 ഫോം ഞാൻ കേട്ടതാ. വേറെ ആരും കേട്ടിട്ടില്ല. റിയ കാരണം ഞങ്ങളുടെ ഒരുപാട് ടൈം മാഡം കറക്റ്റ് ക്ലാസ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നേ. പ്ലേയിങ് എങ്ങനെ വന്നു? അത്രയും ശേഷം ഡൗട്ട് ചോദിക്കും. പ്രസന്റ് പെർഫെക്റ്റിലാണ്. പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റിലാണ് V3 ഫോം യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഹാവ്, ഹാസ്, ഹാഡിന് ശേഷം പെർഫെക്റ്റ് ഏതായിക്കോട്ടെ, ഏത് ടെൻസിലെ പെർഫെക്റ്റ് ആയിക്കോട്ടെ, അവിടെയാണ് നമ്മൾ V3 ഫോം ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ അവിടെ ബീൻ ആണ് വരാ. ഹാവോ, ഹാസോ, ഹാഡിന് ശേഷം ബീൻ ആണ് വരാ. അതിനുശേഷം നമുക്ക് ING ഫോം ആണ് എഴുതുക. ഓക്കെ, അവിടെ V3 ഫോം അല്ല യൂസ് ചെയ്യേണ്ടത്. ING ഫോം ഞാൻ ഇവിടെ V3 റെക്കോർഡ് ക്ലാസ് കാണും. റെക്കോർഡ് ക്ലാസ് കണ്ടിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, കാരണം റിയന്റെ ഇടക്ക് ഡൗട്ട് ചോദിക്കുമ്പോൾ നമ്മുടെ ക്ലാസ് എല്ലാവരും ഡിസ്റ്റർബൻസ് ആകും. കാരണം റിയ ഡൗട്ട് ചോദിക്കുന്നതിനല്ല, ക്ലാസ് ശ്രദ്ധിക്കാണ്ടാണ് ഈ ഡൗട്ട് ചോദിക്കുന്നത്. ഓക്കെ, ഇവിടെ പറഞ്ഞതെല്ലാം കറക്റ്റ് ആണ്. റിയ കേട്ടതിന്റെ എന്തെങ്കിലും വിഷയമായിരിക്കാം. കറക്റ്റ് ആയിട്ടാ ഞാൻ പറയുന്നേ. അതാ പറഞ്ഞ റെക്കോർഡ് ക്ലാസ് കാണൂ, അപ്പൊ ക്ലിയർ ആകും. എന്നിട്ട് ഡൗട്ട് ഉണ്ടെങ്കിലും അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ചോദിക്കൂ. ഓക്കെ, സോ ഇനി ടെൻസിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? റിയക്ക് ഡൗട്ട് ഉണ്ട്. ഓക്കെ, റിയ റെക്കോർഡ് ക്ലാസ് കണ്ടെങ്കിൽ ക്ലിയർ ആകും. ഇനി വേറെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണ്. ഓക്കെ, ഇപ്പോ I will be watching a match tomorrow morning എന്ന് പറയുന്ന സെന്റൻസ് ചെയ്ത് ടെൻസ് ആണ്. I will be watching a match tomorrow morning. I will be watching a match tomorrow morning. പറയൂ, ഏത് ടെൻസ് ആണ്? I will be watching a match tomorrow morning. കണ്ടിന്യൂസ്. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണ് അല്ലേ? സോറി, ഫ്യൂച്ചർ. ഇനി we have bought a car next month. We have bought a car next month. Present perfect. ഫ്യൂച്ചർ. We have bought a car. എല്ലാവരും ടെൻസ് പറയൂ. Present perfect. Yeah, പ്രസന്റ് പെർഫെക്റ്റ്.
Present perfect. റിൻഷ മിസ്സേ അതില്ലേ നമ്മള് പാസ്റ്റ് ഒരു ചോദിച്ചോട്ടെ, നമ്മള് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് വരെയാ നിർത്തിയത്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞില്ല. ആ ഒരു ഫോം പറഞ്ഞു പോയാൽ എനിക്ക് അടുത്ത ആഴ്ചത്തേക്ക് പ്രിപ്പയർ ചെയ്ത് റെഡി ആവായിരുന്നു. അതിന്റെ ഇടയിൽ വേറെ ആള് വന്ന് അത് കട്ടാക്കി ആ ഫ്ലോ അങ്ങ് പോയി. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് വരെ പറഞ്ഞോളൂ. വേണ്ടിയാ പറയുന്ന, എല്ലാവർക്കും അവിടെ കിട്ടാൻ പറയുന്നു. അപ്പൊ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസില് സബ്ജക്ട് ഏതായാലും സബ്ജക്റ്റിന്റെ കൂടെ നമുക്ക് ഹാഡ് യൂസ് ചെയ്യാൻ പറ്റും. എല്ലാ സബ്ജക്റ്റിന്റെ കൂടെ നമുക്ക് ഹാഡ് യൂസ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം വരുന്നത് ബീൻ ആണ്. ബീൻ വരണം. ഇത് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ ബീൻ മസ്റ്റ് ആണ്. അതിനുശേഷം ഒരു ing ഫോം, അതായത് സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് വെർബിന്റെ ing ഫോം. ഇതാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇനി ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് സബ്ജക്ട് പ്ലസ് വിൽ പ്ലസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് ing, വെർബിന്റെ കൂടെ ing. ഇതാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ, ക്ലിയർ ആണ്? അപ്പൊ ഇതാണ് ടെൻസ്. ഇനി ഒരു കാര്യം ചെയ്യുക, എല്ലാവരും റെക്കോർഡ് ക്ലാസ് കണ്ടിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. നമുക്ക് ടെൻസ് ഓക്കെ, അപ്പൊ അതിനനുസരിച്ചിട്ട് പ്രിപ്പയർ ചെയ്ത് വരാം. ഓക്കെ ആണോ? അപ്പൊ റിയയും അതേപോലെ തന്നെ റെക്കോർഡ് ക്ലാസ് കണ്ടിട്ട് വരാം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, സോ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു. താങ്ക് യു.